സാധാരണ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം, തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത ഘട്ടത്തിൽ സഭ ചേരുമ്പോൾ നിലവിലുള്ള മന്ത്രിമാർക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയരും. ചിലതുള്ളതാകാം, ചിലതില്ലാത്തതാകാം, എല്ലാം ഓരോരുത്തരുടെയും മനോധർമ്മം അനുസരിച്ച് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ആരോപണങ്ങൾ കടുത്തതായിട്ട് വരും. ഈ കഴിഞ്ഞ സഭയിൽ ഏതെങ്കിലും ഒരു ആരോപണം ഉയർന്നോ? അല്ല, ഒരു ഘട്ടത്തിനും ഉയർന്നില്ല, അത് വേറൊരു കാര്യം. എന്നാലും സഭാ സമ്മേളനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ പ്രതിപക്ഷം എഴുതിക്കൊടുത്ത് മന്ത്രിമാർക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ തയ്യാറാണ്. ഒരാരോപണം ഉന്നയിച്ചില്ല. അതും യഥാർത്ഥത്തിൽ സൗമനസ്യമല്ല. LDF സർക്കാർ അത്രമാത്രം ക്ലീനായാണ് പ്രവർത്തിച്ചത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഒരു മന്ത്രിക്കെതിരെയും ആക്ഷേപമോ ആരോപണമോ ഉന്നയിക്കാൻ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ് ചേർന്ന നിയമസഭാ സമ്മേളനത്തിൽ പോലും പ്രതിപക്ഷത്തിനായില്ല. ഇവിടെ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് സമ്മേളനം ചേരുമ്പോൾ ഭരണപക്ഷത്തെ വല്ലാതെ പ്രയാസത്തിലാക്കാൻ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കും. അവിശ്വാസ പ്രമേയം അവിശ്വാസം പാസ്സാകുമെന്നുള്ള ധാരണയിലല്ല, ഗവൺമെന്റിനെതിരെ പറയാനുള്ളൊരു അവസരം നല്ലതുപോലെ കിട്ടും. അതിനുവേണ്ടിയാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത്. സാധാരണഗതിയിലുള്ള അവസരം തന്നെ ഉപയോഗിക്കാത്തവർക്ക് സ്പെഷ്യൽ അവസരം ആവശ്യമില്ലാതെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനൊന്നും ആ ബുദ്ധിമുട്ടിലൊന്നും അവർ പോയില്ല. കേൾക്കുന്നത് ചിലരവരോട് ചോദിച്ചു പോലും ഇങ്ങനെ ചെയ്യണ്ടേ. അപ്പോൾ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് പിന്നെ അതിൻ്റെ മറുപടി മുഴുവൻ നമ്മൾ കേട്ടിരിക്കണ്ടേ എന്നാണ് പോലും പറഞ്ഞ മറുപടി. ഇതാണ് കേരളത്തിലെ പ്രതിപക്ഷം. അങ്ങനെ നിസ്സഹായാവസ്ഥയിലാകുന്ന പ്രതിപക്ഷമായി മാറിയത് എന്തുകൊണ്ടാണ്? ഇവിടെ LDF സർക്കാർ എല്ലാം സുതാര്യമായാണ് നിർവഹിച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി കേരളം മാറിയത്. അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി കേരളം മാറിയതിൽ വല്ലാതെ അഭിമാനിക്കുന്നവരല്ല നമ്മൾ. കാരണം നമുക്ക് വേണ്ടത് അഴിമതി തീരെയില്ലാത്ത സംസ്ഥാനമെന്ന പദവിയാണ്. എന്നാൽ ഇപ്പം ലഭിച്ച പദവി അത് സ്വാഭാവികമായി ലഭിച്ചതാണോ? നേരത്തെ ഈ കഴിഞ്ഞ 10 വർഷത്തിന് മുൻപ് 2016 LDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണല്ലോ 2021 LDFന് തുടർ ഭരണം ജനങ്ങൾ സമ്മാനിക്കുന്നത്. 2016 മുൻപുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തെല്ലാം തരം അഴിമതിയായിരുന്നു, ഏതെല്ലാം തരം വൃത്തികെട്ട ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത്. എല്ലാം നമ്മുടെ ഓർമ്മയിലുള്ളതല്ലേ. എങ്ങനെയാണ് മാറ്റം വന്നത്? അവിടെയാണ് മുന്നണികൾ തമ്മിലുള്ള വ്യത്യാസം. LDF, ആ LDFനൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൻ്റെ ഭാഗമായാണ് ഈ പുതിയ അവസ്ഥ ആർജിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു തലത്തിലുള്ള ഉന്നത തലങ്ങളിലുള്ള അഴിമതിയാകെ ഇല്ലാതാക്കാനായി. ഇനിയും ചിലയിടത്ത് ബാക്കി നിൽക്കുന്നുണ്ടാവും,
ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതും അവസാനിപ്പിക്കണമെന്നാണ്. ജനങ്ങൾ അതോടൊപ്പം തന്നെ കാണുന്നു അതും അവസാനിപ്പിക്കണമെങ്കിൽ LDF മാത്രമേ കഴിയൂ എന്ന്. അതുകൊണ്ട് തന്നെ LDF ജനങ്ങൾ സ്വീകരിക്കുന്നത്.